നമ്മളങ്ങനെ നാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോഴുള്ളത് നമ്മൾ ആംസ്റ്റർഡാം എയർപോർട്ടിലാണ് കേട്ടോ. രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോയും വ്ളോഗും കൂടി ഒരുമിച്ച് വന്നതാണ്. രാവിലെ തൊട്ടിട്ടുള്ള വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ പഴയ നെക്ക് പെയിൻ തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച വേദനയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാവരുടെയും എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ നമ്മളൊരു ടാക്സി ഒക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും ഞങ്ങൾ ട്രെയിനിലാണ് പോരാറ്. നമ്മുടെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഷിപ്പോളുടെ അടിയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ ഈ വട്ടം നമ്മൾ വരുന്ന ആ റൂട്ടിൽ മെയിൻ്റനൻസ് നടക്കുന്ന കാരണം കൊണ്ട് ട്രെയിനും ഉണ്ടായിരുന്നില്ല. സോ ഒരു വിധത്തിൽ ഒരു ടാക്സി ഒക്കെ വിളിച്ച് നമ്മൾ പെട്ടിയും സാധനങ്ങളൊക്കെ കയറ്റി പോകുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 കഷ്ണം ബ്രെഡിൽ നിന്നും മസാല ദോശയിലേക്കാണ് പോകുന്നത് കേട്ടോ. അതായത് നാട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് നല്ല അസല് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. എമിറേറ്റ്സിലാണ് പോകുന്നത്. ഇനി ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് വഴിയെ കാണാം. 1.5 കൊല്ലത്തിന് ശേഷമാണ് ഈ വട്ടം നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. സോ അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ വിൻ്റർ ആയ കാരണം കൊണ്ട് നമ്മൾക്ക് കുറച്ച് നേരം മാത്രമാണ് നമ്മുടെ സൂര്യൻ ചേട്ടനെ കാണാനായിട്ട് പറ്റുള്ളൂ. സോ ഡിപ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമുക്കിങ്ങനെ നമ്മുടെ എനർജി കുറയുന്ന പോലെയും പിന്നെ ഫുൾ ടൈം ഒരു മൂഡ് ഔട്ട് പോലെയും ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. ശരിക്കും ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡിപ്രഷൻ വരും, പിന്നെ ഒട്ടും സുഖം ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല വരുന്നത്, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടാണ് വരുന്നത്. സോ ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വട്ടം നമുക്കത് ശരിക്കും മനസ്സിലായി. സോ ഓരോ ദിവസം നമ്മൾ എണ്ണിയിട്ടായിരുന്നു കടന്നു പോകുന്നുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും നാടെത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി കേട്ടോ. ഓൾറെഡി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സ് ആവുമ്പോൾ കറക്റ്റ് ടൈമിന് പോകും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, പ്രതീക്ഷയുണ്ടല്ലോ നമുക്ക്. അപ്പോൾ എല്ലാം ഏകദേശം ഇത്രയും നേരം വരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയിട്ടുണ്ട്. എനിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഏതൊക്കെ രാജ്യത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്, പിന്നെ എത്ര km/hലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു -1 m കണ്ടിട്ടുണ്ടായിരിക്കും. അത് വേറൊന്നല്ല, നമ്മുടെ ഷിപ്പോൾ എയർപോർട്ട് 1 മീറ്റർ താഴെയായിട്ടാണ്, അതായത് കടൽ നിരപ്പിന് 1 മീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ -1 എന്ന് കാണിച്ചത് കേട്ടോ. സോ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുകയാണ്. എനിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഫ്ലൈറ്റിൽ പോകാനായിട്ട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ വട്ടം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് നമ്മളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, നമുക്കൊരു മെനു കാർഡൊക്കെ തന്നു അവർ. സാധാരണയായിട്ട് ഇത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ പ്രീമിയം എക്കോണമി ഇതിലൊക്കെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഈ വട്ടം എക്കോണമി എടുത്തിരുന്നത്, എന്നാലും അവർ നമുക്ക് ഈ ഒരു മെനു കാർഡൊക്കെ തന്നു കേട്ടോ. പിന്നെ ഫുഡ് എനിക്ക് കഴിഞ്ഞ വട്ടം എമിറേറ്റ്സിൽ പോയാൽ അത്രയും അങ്ങോട്ട് തൃപ്തിയായില്ല. അവർക്ക് തോന്നുന്നു അവർക്ക് ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഫുഡൊക്കെ കുറച്ച് എന്താ പറയുക കമ്മിയായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ലഞ്ചാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 6 മണിക്കൂറാണ് ഉണ്ടായിരുന്നത് ആംസ്റ്റർഡാം ടു ദുബായിലേക്ക് കേട്ടോ. അവിടെ നിന്ന് ദുബായിൽ നിന്നാണ് പിന്നെ നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തത്. സോ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയത് ലഞ്ചായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിച്ചു നമ്മൾ. അതിനുശേഷം അവർ നമ്മൾക്ക് സ്നാക്സ് എന്ന രീതിയിൽ ഒരു ഐസ്ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഒരു ചോക്കോ കുക്കീസ്, ഇതാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നത് 6 മണിക്കൂറുള്ള ഫ്ലൈറ്റ് ആയ കാരണം കൊണ്ടായിരിക്കണം അവർ ഇത്രയും കുറച്ച് ചെയ്തത്. അങ്ങനെ 6 മണിക്കൂറത്തെ നമ്മുടെ ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ദുബായി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്തിയ ഒരു പ്രതീതി തന്നെയാണ്. കാരണം നിറച്ച് മലയാളികൾ, അതേപോലെ എല്ലാവരും മലയാളം സംസാരിക്കുന്നു. ശരിക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടി തുടങ്ങും കേട്ടോ. ഈ വട്ടം 2 കാര്യങ്ങളാണ് എമിറേറ്റ്സ് പുതിയതായിട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മെനു, ഓഫ് കോഴ്സ് എക്കോണമി ക്ലാസ്സിന് മെനു കൊണ്ടുവന്നു. ഇനി ദുബായ് ടു കേരളയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ദുബായ് ടു കൊച്ചിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ മലയാളത്തിൽ മെനു ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് മലയാളം വായിച്ച് എന്താ വേണ്ടേ എന്നുള്ളത് പറയാം. അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. കാരണം ഓഫ് കോഴ്സ് മലയാളികളാണ് ആ ഒരു ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയത്. പിന്നെ എമിറേറ്റ്സ് ചിലപ്പോൾ ദുബായിയുടെ ആയ കാരണം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ബട്ട്
എനിവേ നമുക്ക് മലയാളത്തിലുള്ള മെനു കിട്ടി. അതിനുശേഷം അവിടെ തന്നെ അവർ ഫോട്ടോ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു കാർഡിലാക്കി തരും. ആർക്കാ വേണ്ട ഫോട്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അവരിങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. സോ ഞങ്ങൾ എന്തായാലും ഒരെണ്ണം എടുത്തു കേട്ടോ, ഒരു മെമ്മറിക്ക് വേണ്ടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാമല്ലോ. പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ നല്ല മട്ട അരിയും അതേപോലെ പെപ്പർ ചിക്കനൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബെൽറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. വേറെ ഒന്നുമല്ല, വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂർ പോലെ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താണ് ബാഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എടുത്തത് എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ വീട്ടുകാർ പുറത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ബാഗേജും കാര്യങ്ങളും എല്ലാം സെറ്റായി നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ വട്ടവും നമ്മൾ നാട്ടിൽ വരുമ്പോൾ അവർ നമുക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോസിൻ്റെ അഭാവം മൂലം എനിക്കത് ഇടാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഏകദേശം പുലർച്ചെ 3 മണി 4 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കൊച്ചിയിലെത്തിയപ്പോൾ. അവിടെ നിന്ന് നമ്മൾ പോരുന്ന വഴിക്ക് ആലുംവെട്ടൊഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ. അവിടെ നിന്ന് നമ്മൾ വെള്ളയപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ വന്ന് പാടത് പെട്ടിയൊക്കെ പൊട്ടിച്ചു. ശരിക്കും ചെറിയ ആൾക്കാർക്ക്, നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾക്കാർക്കായിരിക്കില്ലേ പെട്ടി പൊട്ടിച്ച് കാണാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുക. എൻ്റെ പപ്പയൊക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഉണ്ണിക്കുട്ടനാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ കാണിക്കുക പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മളിതാ വെള്ളയപ്പവും അമ്മ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് കറിയായിരുന്നു, ചിക്കൻ കറിയും കഴിച്ച് നമ്മൾ ഉറങ്ങി. ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ പോന്നപ്പോൾ നമ്മൾ നെതർലാൻഡ്സിൽ നിന്ന് മഴയും കൊണ്ട് തന്നെയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊരു നെക്ക് പെയിൻ ആയിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഓഫ് കോഴ്സ് നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല ഫുഡ് കഴിക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ വരുന്നേക്കാളും മുമ്പ് ഇങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ്സൊക്കെ കണ്ടുപിടിച്ച് വയ്ക്കും, നല്ലത് എവിടെ നിന്നാണ് പരീക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ഈ വട്ടം പോയത് കാലിക്കറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ, നല്ല ഒരു ഇൻറ്റീരിയർ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ കഴിച്ചു. ഫസ്റ്റ് തന്നെ അങ്ങോട്ട് എല്ലാം കൂടി കഴിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്ന് പോയപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ എല്ലാം വലിച്ചു വാരി കഴിക്കരുത്, മിക്കവാറും വയറിളക്കം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇത്തിരിശ് നമ്മുടെ ബോഡീനെ അതിനോട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി, ഇതങ്ങനെ റൈസും ചിക്കനും വേറെ ആയിട്ടുള്ള ബിരിയാണി കഴിക്കാനാണ്. പക്ഷേ നെതർലാൻഡ്സിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ഒരു ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെ ചെന്നാലും പറയുന്നത് ബിരിയാണി തന്നെയാണ്. എൻ്റെ ബിരിയാണിയുടെ ആ കൊതിയൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് ഡെക്കാത്തലോണിലേക്കാണ്. അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ പറ്റും, നമ്മളൊരു ലൈം ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈം ജ്യൂസ് കഴിക്കുന്നത് നല്ലതല്ല, അതായത് ആ ഷുഗർ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ അത് എന്തെങ്കിലും വേണ്ടി നമ്മളത് കഴിച്ചു എന്നുള്ളൂ കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ ഇന്ന് എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ വീഡിയോസിന് ഡബ് ചെയ്യുമ്പോൾ ഫുള്ളും പാളുകയാണ്. പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് കഴിയും. ഇനി നമ്മൾ കഴിച്ച ഫുഡെല്ലാം നമുക്ക് ഇറക്കി കളയണ്ടേ. അപ്പോൾ എല്ലാവരും, അതായത് നമ്മുടെ 2 വീട്ടിലെ എല്ലാവരും ഇപ്പോൾ ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഞാൻ കുറേ റീൽസൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഹെൽത്തി കുട്ട അതൊക്കെ ഭയങ്കര രസമുണ്ട് കേൾക്കുമ്പോഴും അതേപോലെ അത് കാണുമ്പോഴും. കാരണം എല്ലാവരും കുറച്ചും കൂടി ഹെൽത്ത് ശ്രദ്ധിച്ചു തുടങ്ങി. അതൊരു നല്ല സൈനാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കും കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം, ഇവർക്കും എടുക്കണം. അതേപോലെ ഷൂസ് കാര്യങ്ങൾ, അതായത് സാധാ ജിമ്മിൽ പോകാനായിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നല്ല കാശാണ് ഈ എന്താ പറയുക ഡെക്കാത്തലോണിലെ സാധനങ്ങൾക്ക്. സോ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് പോവലാണ് എല്ലാ വട്ടവും പതിവ് കേട്ടോ.
ഇനി ഇവിടെ നിന്ന് നമ്മൾ ബില്ലടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ഇതിൽ പലരും 4 മണിക്ക് ചായ കുടിച്ച് അത് കുടിക്കാണ്ടാവുമ്പോൾ ഒരു ഹെഡേക്ക് ഉണ്ടായിരിക്കില്ലേ. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. ഇത് കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേയധികം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തില്ല, കാരണം ബിസി ആയിപ്പോയി. എല്ലാ കടകളും ഇങ്ങനെ മാറി മാറി കയറുമ്പോൾ നമുക്കത് എടുക്കാനായിട്ടുള്ള സാഹചര്യം കുറച്ച് കുറയുമല്ലോ. സോ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്ന ഷോപ്പിങ്ങിൻ്റെയും കാര്യങ്ങളിലും ഒക്കെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ.